നവമാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് സാഹിൽ പർവേഷ് എന്ന യുവാവാണ്. തൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയ RSSകാർക്ക് കൃത്യമായ പോരാട്ടത്തിലൂടെ നല്ല മുട്ടൻ പണി വാങ്ങിക്കൊടുത്ത സാഹിൽ പർവേഷിന്റെ വീരഗാഥയാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുള്ളത്. ദ ക്വിൻറ്റ് വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെയാണ് ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നൽകിയിട്ടുള്ളത്. RSSകാർ ആരെ കൊന്നുകഴിഞ്ഞാലും അവർക്കെതിരെ നിയമപോരാട്ടം നടത്തുന്നവരെയും വകവരുത്തുന്ന ഒരു ശീലം അവർക്കുള്ളത് കൊണ്ട് ആരും ഇത്തരത്തിലുള്ള നിയമപോരാട്ടങ്ങൾക്ക് മുതിരാറില്ല. എന്നാൽ ഇവിടെയാണ് സാഹിൽ പർവേഷ് എന്ന യുവാവ് വ്യത്യസ്തനാകുന്നത്. കൃത്യമായ നിയമപോരാട്ടത്തിലൂടെ മുന്നോട്ട് പോയി തൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയ 16 RSSകാർക്കും കൃത്യമായ മറുപടി നൽകിയ സാഹിൽ പർവേഷാണ് ഏവർക്കും മാതൃകയാവുന്നത്. ഡൽഹി കലാപ സമയത്താണ് സാഹിൽ പർവേഷിന് അദ്ദേഹത്തിന്റെ പിതാവിനെ നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പിതാവുമൊത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ വെച്ച് RSSകാർ സാഹിൽ പർവേഷിന്റെ പിതാവിന് നേരെ നിറയൊഴിച്ചു. അതായത് വെടിയുതിർത്തു എന്ന് ചുരുക്കം. വെടികൊണ്ട പിതാവ് മണ്ണിലേക്ക് പതിച്ചു. അവരോട് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് കരുതിയ സാഹിൽ പർവേഷ് ഓടി ഒളിച്ചു. ഒരു മതിലിനപ്പുറത്ത് നിന്നുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ആ മൃതദേഹം അദ്ദേഹം കണ്ടു നിന്നു. മൃതദേഹത്തിനരികിലെത്തിയ RSSകാർ പിതാവിനെ ചവിട്ടുകയും പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അഥവാ പോക്കറ്റിലുണ്ടായിരുന്ന പണം കവർന്നെടുക്കുകയും തുടർന്ന് പിതാവിനെ ക്രൂരമായി വീണ്ടും ചവിട്ടിയതിനു ശേഷം അവരവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് പിതാവിന്റെ അടുത്തെത്തിയ സാഹിൽ പൊട്ടിക്കരഞ്ഞു. സുശീൽ, ജയവീർ, ഭവേഷ് മിശ്ര, നരേഷ് ത്യാഗി ഈ 4 പേരുടെ നേതൃത്വത്തിലുള്ള RSSകാരാണ് തൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയത്. പിതാവിൻ്റെ മൃതദേഹത്തിനടുത്തു നിന്ന് സാഹിൽ പർവേഷ് ആ തീരുമാനമെടുത്തു. ഒരു കാരണവശാലും അവരെ വെറുതെ വിടരുത്. കൃത്യമായ നിയമയുദ്ധം തന്നെ സാഹിൽ പർവേഷ് നടത്തി. സാഹിലിൻ്റെ ആ നിയമയുദ്ധത്തിന് മുന്നിൽ പോലീസുകാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഫെബ്രുവരി 25-നാണ് സാഹിൽ പർവേഷിന്റെ പിതാവ് കൊല്ലപ്പെടുന്നത്. പക്ഷേ അന്നൊന്നും FIR എടുക്കാൻ പോലീസ് തയ്യാറായില്ല. പരാതി പോലും പരിഗണിക്കാൻ ഡൽഹി പോലീസ് തയ്യാറായില്ല. മറിച്ച് അഭിഭാഷകനെ വെച്ച് നിയമയുദ്ധം തന്നെ സാഹിൽ പർവേഷ് നടത്തി. ഒടുവിൽ ആ നിർദ്ദേശപ്രകാരം പോലീസിന് FIR ഇടേണ്ടി വന്നു. അങ്ങനെ അവസാനം മാസങ്ങൾക്ക് ശേഷം പോലീസ് ഒരു അന്വേഷണം നടത്തി 16 RSS പ്രവർത്തകരെ സാഹിൽ പർവേഷിന്റെ പിതാവിന്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ 16 RSS പ്രവർത്തകരും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുമെന്ന്. കാരണം മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം പോലീസ് ആ കേസ് വിട്ടു എന്നുള്ളതാണ്. പക്ഷേ സാഹിൽ പർവേഷിനെ നഷ്ടപ്പെട്ടത് തൻ്റെ പിതാവിനെയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ ആ യുവാവ് തയ്യാറായതുമില്ല. എന്നും കൂടെയുണ്ടായിരുന്ന തൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയ RSSകാർക്ക് മുന്നിൽ മുട്ടുമടക്കുകയുമില്ല. പല കേസുകളിലും RSSകാർ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു പതിവ് രീതി തന്നെയാണ്. സാഹിൽ പർവേഷ് പറയുന്നത് അത്തരം ഭീഷണിയുമായി തൻ്റെ മുന്നിൽ വന്നാൽ അതിനെതിരെയും പരാതി കൊടുത്ത് കൃത്യമായ നിയമ നടപടി കൈക്കൊള്ളാൻ താൻ തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് അവർക്കുമുള്ള മറുപടി എന്ന് സാഹിൽ പർവേഷ് ഉറച്ച നിലപാടിൽ പറയുമ്പോൾ RSSകാർക്ക് ഇത് അപ്രതീക്ഷിതമായി ലഭിച്ച തിരിച്ചടി തന്നെയാണ്. RSSന്റെ മുതിർന്ന നേതാവടങ്ങുന്ന ആളുകളെയാണ് ഡൽഹി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊലപാതകം, മാരകായുധങ്ങൾ കയ്യിൽ വെക്കൽ, കലാപം മുതലായ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സാഹിൽ പർവേഷിന്റെ ഈ ധീരത മറ്റുള്ളവർ മാതൃകയാക്കി കഴിഞ്ഞാൽ, കൃത്യമായ രീതിയിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ ഇത്തരത്തിലുള്ള വർഗീയ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.